ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലിനക്സ് കമാൻഡ്സ് ഒരു CTF രൂപത്തിൽ, ക്യാപ്ചർ ദ ഫ്ലാഗ് രൂപത്തിൽ നമ്മൾ ചെയ്തു പഠിക്കുകയാണ്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബാൻഡിഡ് എന്ന് പറയുന്നത്. ബാൻഡിഡ് ഓവർ ദ വയർ. ജസ്റ്റ് അത് സെർച്ച് ചെയ്യാം. ബാൻഡിഡ് ഓവർ ദ വയർ എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ആ ഫസ്റ്റ് വരുന്ന തന്നെ ഓവർ ദ വയർ ബാൻഡിഡ് എന്നുള്ളത്. ദെൻ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ലാബ് പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ ഫസ്റ്റ് നമ്മൾ ലെവൽ 0-ലായിരിക്കും. ഇവിടെ നമുക്ക് ലെവൽസുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മളിവിടെ ലെവൽ 0 എന്നായിരിക്കും. ഞാൻ എന്ത് ചെയ്യുന്നു, ലെവൽ 0-ൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ലെവൽ 0 എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് ഈ മെഷീൻ ഒന്ന് ആക്സസ് ചെയ്യണം. ഈ ഒരു ഡൊമൈൻ നെയിം ആണ് നമ്മുടെ ടാർഗറ്റ്. ദെൻ യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പർ 2220 ആണ്. യൂസർ നെയിം ബാൻഡിഡ് 0 എന്നാണ്. പാസ്വേഡ് ബാൻഡിഡ് 0 എന്നാണ്. ഓക്കെ, അപ്പൊ യൂസർ നെയിം ഉണ്ട്, പാസ്വേഡും ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് ലോഗിൻ ചെയ്യണം? SSH വഴി നമ്മൾ ടാർഗറ്റിലേക്ക് ലോഗിൻ ചെയ്യണം. ഓക്കെ, അതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ബാൻഡിഡ് 0-ലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, SSH. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, യൂസർ നെയിം എന്തായിരുന്നു, ബാൻഡിഡ് 0 എന്നായിരുന്നു. യൂസർ നെയിം ബാൻഡിഡ് 0 അറ്റ് ദെൻ ഡൊമൈൻ നെയിം എന്താണ്, ഇതാണ് നമ്മുടെ ഡൊമൈൻ നെയിം. യെസ്, ബാൻഡിഡ് 0 ഡൊമൈൻ നെയിം കൊടുത്തു. ദെൻ പോർട്ട് നമ്പർ, ഡിഫോൾട്ട് പോർട്ടിലല്ല റൺ ചെയ്യുന്നത്. ഡിഫോൾട്ട് പോർട്ടിലാണെന്നുണ്ടെങ്കിൽ ഇത്ര മതിയായിരുന്നു. ഡിഫോൾട്ട് പോർട്ടിലല്ല, മറ്റൊരു പോർട്ടിലാണ് റൺ ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, -p എന്ന് പറഞ്ഞിട്ട് ആ പോർട്ട് നമ്പർ കൂടെ മെൻഷൻ ചെയ്യണം. ദെൻ യെസ് എന്ന് കൊടുക്കുക. പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് എന്താണ്, get0 എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. സോ ബാൻഡിഡ് 0 പാസ്വേഡ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അവരുടെ ഷെല്ലിലേക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ടാർഗറ്റിന്റെ മെഷീനിലേക്ക് എത്തി. ഓക്കെ, അപ്പൊ ടാർഗറ്റ് മെഷീനിലേക്ക് നമുക്ക് റിമോട്ട്ലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് SSH. ആൻഡ് ടൂളാണ്, ലിനക്സിൽ ഒരു ടൂളാണ് SSH. ലിനക്സിൽ ഇങ്ങനെ ഒരു ടൂളും ഉണ്ട്. ഓക്കെ, നമ്മളുടെ വിൻഡോസിലൊക്കെ റിമോട്ട് കണക്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിൻഡോസിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. റിമോട്ട് കണക്ട്, റിമോട്ട് ഡെസ്ക്ടോപ്പ് കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് വിൻഡോസിൽ അങ്ങനെ ഒരു അപ്ലിക്കേഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഇതേപോലെ യൂസർ നെയിമും IP അഡ്രസ്സും അതേപോലെ പോർട്ട് നമ്പർ ഡീഫോൾട്ട് ആയിട്ട് അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ പോർട്ട് നമ്പറും നമ്മൾ മെൻഷൻ ചെയ്താൽ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, റിമോട്ട്ലി മറ്റൊരു ഡിവൈസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആക്കാൻ പറ്റും. ദ സെയിം വേ നമ്മൾ ലിനക്സ് ടെർമിനൽ അത് യൂസ് ചെയ്യുന്നത് SSH യൂസർ നെയിം ഇവിടെ ബാൻഡിഡ് 0 എന്നാണ്. അറ്റ് IP അഡ്രസ്സിന് പകരം ഇവിടെ നമുക്ക് ഡൊമൈൻ നെയിം ആണ് കിട്ടിയത്. പക്ഷെ അവരവിടെ അത് IP അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് അവരത് യൂസ് ചെയ്തു. നമുക്ക് അവിടെ IP അഡ്രസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഡൊമൈൻ നെയിം എന്നും കൊടുക്കാം. ഏത് കൊടുത്താലും കുഴപ്പമില്ല. ദെൻ SSH ഡീഫാൾട്ട് പോർട്ടായ 22-ലാണ് റൺ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ പോർട്ടും പ്രോട്ടോക്കോളൊക്കെ പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. നമ്മൾ പ്രത്യേകിച്ച് ഇത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷനിൽ അത് കൊടുക്കേണ്ടി വന്നത്, അത് 22-ാമത്തെ പോർട്ടിലല്ല, ഇവിടെ ഡിഫോൾട്ട് പോർട്ടായ 22-ലല്ല ഇത് റൺ ചെയ്യുന്നത്, മറ്റൊരു പോർട്ടിലാണ് ഇത് റൺ ചെയ്യുന്നത്. സോ ആ പോർട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ മെഷീനിൽ അകത്ത് കയറി. ഇനി ഈ ഗെയിം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെവൽ 0-ല് നമ്മളിപ്പോ എന്ത് ചെയ്തു, ആ മെഷീനിലകത്തായി. ലെവൽ 0 ഇതിപ്പോ എന്റെ കമ്പ്യൂട്ടർ അല്ല കേട്ടോ, നമ്മുടെ നോർമൽ ടെർമിനൽ എങ്ങനെയാന്ന് നമുക്കറിയില്ലേ, ഇതാ ഇങ്ങനെയാണ് കാണിക്കുക. പക്ഷെ ഇതിപ്പോ ഇവിടെ എന്താണ്, ബാൻഡിഡ് 0-ന്റെ ടെർമിനലാണ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് മെഷീനിന്റെ ടെർമിനലിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇനി അവരുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ബാൻഡിഡ് 0 എന്ന് പറയുന്ന യൂസറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ബാൻഡിഡ് 1 എന്ന് പറയുന്ന യൂസറിലേക്ക് എത്തണം. അപ്പൊ അതിനുള്ള ക്ലൂ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്, 0-ലാണ് നിൽക്കുന്നത്. നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഇപ്പൊ 0-നകത്ത് നമ്മൾ കയറി. ദെൻ 0-ൽ നിന്ന് 1-ലേക്ക് എത്താൻ നമ്മൾ ആദ്യം 0-ലായിരുന്നു, ലെവൽ 0-ലായിരുന്നു. ദെൻ അവർ പറയുന്ന പോലെ നമ്മൾ ലോഗിൻ ചെയ്ത് കയറി. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ലെവൽ 0-ൽ നിന്ന് 1-ലേക്ക് എത്തണം, ലെവൽ 1-ലേക്ക് എത്തണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ രണ്ടാമത്തത് ക്ലിക്ക് ചെയ്തു. ദെൻ ലെവൽ 0-ൽ നിന്ന് ലെവൽ 1-ലേക്ക് എത്താൻ അവരെന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ടാസ്ക് എന്നോട് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ടാസ്ക് പറയുന്നുണ്ട്. ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലെവൽ 1-ന്റെ പാസ്വേഡ് കിട്ടും. ഓക്കെ,
ലെവൽ 1ന്റെ യൂസർ നെയിം ബാൻഡേഡ് 1 തന്നെയായിരിക്കും. എന്നാൽ പാസ്വേഡ് എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ ഇപ്പോൾ ഏത് ലെവലിൽ നിൽക്കുന്നു ഇവിടുന്ന് കണ്ടുപിടിക്കണം. ലെവൽ 0ൽ നിന്ന് ഞാൻ കണ്ടുപിടിക്കണം ലെവൽ 1ന്റെ പാസ്വേഡ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്ലാഗ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുന്നത്. ഓക്കെ, അതാണ് ക്യാപ്ചർ ദ ഫ്ലാഗ്. ഈ രൂപത്തിലാണ് നമുക്ക് നമ്മുടെ മെഷീൻസുകളൊക്കെ നമുക്ക് പെൻടെസ്റ്റ് ചെയ്യാനുണ്ടാവുക, നമുക്ക് പഠിക്കാനുണ്ടാവുക. ഓക്കെ, നമ്മൾ കോമ്പറ്റീഷനുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ രീതിയിലാണ് അവിടെ കോമ്പറ്റീഷൻ നടക്കുക. നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഫ്ലാഗുകൾ കണ്ടുപിടിച്ച് പോകണം. ഓരോ ഫ്ലാഗും നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഒരു ക്ലൂ ആയിരിക്കും. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തും. അവിടുന്ന് ഒരു ഫ്ലാഗ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക്, അങ്ങനെ നമ്മൾ ട്രഷർ ഹണ്ട് നടത്തുന്ന പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, CTF നടക്കുന്നത്, ക്യാപ്ചർ ദ ഫ്ലാഗ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു ഫ്ലാഗ് കണ്ടുപിടിക്കണം. അതാണ് നമ്മളുടെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള പാസ്വേഡ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ലിസ്റ്റ് കമാൻഡ് LS എന്ന് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് തുടക്കത്തിലുള്ളതൊക്കെ നമുക്ക് ബേസിക്സ് ആണ്. LS എന്ന് കൊടുത്ത സമയത്ത് ഇവിടെ എന്ത് കാണിച്ചു, ഒരു ഫയൽ ഇവിടെ ഉണ്ട്, റീഡ് മീ എന്ന് പറയുന്ന ഫയലുണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു, ആ ഫയൽ റീഡ് ചെയ്തു. ഓക്കെ, അപ്പൊ അവർ കാണിച്ചു ദ പാസ്വേഡ് യു ആർ ലുക്കിംഗ് ഫോർ ഈസ് നെക്സ്റ്റ് ലെവലിന്റെ പാസ്വേഡ് കിട്ടി. എപ്പോഴും ഈ പാസ്വേഡ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം എന്നറിയോ, അത് എഴുതി വെച്ച് പോകണം. അല്ലെങ്കിൽ ഇഷ്യൂ ഏതെങ്കിലും ഒരു ലെവലിൽ നിന്ന് പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ട് വീണ്ടും വരേണ്ടി വരും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം, പാസ്വേഡുകൾ വേഗപ്പെടുത്തി പോവാം. ലെവൽ 1ന്റെ പാസ്വേഡ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ലെവൽ 1ന്റെ പാസ്വേഡ് കിട്ടി, അത് കോപ്പി ചെയ്ത് വെക്കുക. ദെൻ ഇവിടുന്ന് എക്സിറ്റ് അടിക്കുക. നമ്മൾ ഇനി എന്ത് ചെയ്യണം, ലെവൽ 1ലേക്ക് കയറണം. അപ്പൊ യൂസർ നെയിം എന്താണ്, ബാൻഡേഡ് 0 എന്ന് മാറിയിട്ട് ഇനി യൂസർ നെയിം എന്താണ്, ബാൻഡേഡ് 1 എന്നാണ്. ഓക്കെ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ദെൻ എൻ്റർ അടിക്കുമ്പോൾ പാസ്വേഡ് ചോദിക്കുമ്പോൾ പാസ്വേഡ് ഇത് കൊടുക്കണം, ഈ പാസ്വേഡ് കൊടുക്കണം. ഓക്കെ, ഞാനത് കോപ്പി ചെയ്തു. ദെൻ ഞാനതിവിടെ പേസ്റ്റ് ചെയ്തു, എൻ്റർ അടിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഏത് ലെവലിലേക്ക് എത്തും, ബാൻഡേഡ് 1ലേക്ക് എത്തും. യെസ്, ബാൻഡേഡ് 1ലേക്ക് എത്തി. ഫസ്റ്റ് സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആയിരുന്നു. നമ്മൾ ഒറ്റയടിക്ക് എന്ത് ചെയ്തു, ബാൻഡേഡ് 1ലേക്ക് എത്തി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെയും നോക്കണം. നമ്മൾ ഇനി 0ൽ നിന്ന് 1ലേക്ക് എത്തി. ഇനി നമുക്ക് എന്താണ്, നമ്മൾ 1ലാണ് നിൽക്കുന്നത്. 1ൽ നിന്ന് ഇനി നമുക്ക് നെക്സ്റ്റ് 2ലേക്ക് പോകണം. സോ ഞാൻ അതെടുത്തു. 1ൽ നിന്ന് 2ലേക്ക് പോവാൻ ഇവരിവിടെ ഹിന്റ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു കമാൻഡ് വഴി ചെയ്ത് പഠിക്കേണ്ട ടൂളുകൾ, കമാൻഡ്സുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ഹിന്റ് എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. The password for the next level is stored in a file called hyphen. ഹൈഫൺ എന്ന് പറയുന്ന ഈ ഒരു ഫയലിലാണ് ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. LS അടിച്ച് നോക്കാം. ശരിയാണ്, അവിടെ ഹൈഫൺ എന്ന് പറയുന്ന എന്തോ ഒന്ന് കാണുന്നുണ്ട്. അത് ഫയലാണോ ഫോൾഡർ ആണോ എന്നറിയില്ല. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക, LS-L എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കൊടുത്തു നോക്കുന്നു. LS-L എന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പൊ നമുക്കിവിടെ കാണിച്ചു തരും. D എന്ന് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതൊരു ഡയറക്ടറി ആണ് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ D എന്നില്ല. ഇവിടെ റീഡും റൈറ്റും എക്സിക്യൂട്ടും ഇവിടെ ഇല്ല, റീഡും റൈറ്റും മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലാക്കണം, ഇതൊരു ഫയലാണ്. ഫോൾഡർ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു D എന്നുണ്ടാകും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് കാണിച്ചു തരാം. ഞാൻ LS-L എന്ന് കൊടുത്തു നോക്കാം. ഇവിടെ നോക്കേ, ഈ ഫോൾഡറൊക്കെ എന്താണ്, ഇതൊക്കെ ഫോൾഡറുകളാണ്. അപ്പോൾ ഫോൾഡറുകൾക്ക് എന്തുണ്ട്, D എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹിഡൻ ഡയറക്ടറി കാണാനാണ് നമ്മൾ കൂടി കൂടുതൽ കൊടുക്കുന്നത് കേട്ടോ, ഹിഡൻ ആയിട്ടുള്ളത് കൂടി കാണാൻ വേണ്ടിയിട്ട്. സോ ഇവിടുത്തെ സിറ്റുവേഷനിൽ ഇപ്പൊ എന്തേ ഉള്ളൂ, ഈ ഒരു ഫയൽ ഇതേ ഉള്ളൂ. ഇതെന്താണെന്നാണ് പറഞ്ഞത്, ഇത് വെറും ഒരു ഫയലാണ്, തുടക്കത്തിൽ D ഒന്നുമില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫയൽ റീഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഫയൽ റീഡ് ചെയ്യാൻ നമ്മൾ എപ്പോഴും പഠിച്ചാലാണ് cat ഹൈഫൺ എന്ന് കൊടുക്കുന്നു. എന്നാൽ ഞാൻ cat ഹൈഫൺ എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ആകില്ല. ഓക്കെ, ഇത് എക്സിക്യൂട്ട് ആവില്ല, റീഡ് ആവില്ല. അതിന് ഞാൻ എന്ത് കൊടുക്കണം, cat./- എന്ന് കൊടുത്താലേ ഇത് വർക്ക് ആവുള്ളൂ. ഓക്കെ, അപ്പൊ സിമ്പിൾസ് ഫയൽ നെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൂടി കൊടുക്കണം, ./ഫയൽ നെയിം കൂടി കൊടുക്കണം. ഓക്കെ, ./ എന്ന് കൂടി ചേർക്കണം. എങ്കിൽ മാത്രമേ ആ ഫയൽ നെയിം റീഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതൊരു സ്പെഷ്യൽ സിമ്പിൾ ആണെങ്കിൽ. സോ നമുക്ക് എന്ത് ചെയ്യും, ലെവൽ 2ന്റെ പാസ്വേഡ് കിട്ടി. ഞാൻ അതിവിടെ എഴുതി വെക്കുകയാണ്, ലെവൽ 2ന്റെ പാസ്വേഡ് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ലെവൽ 2ലേക്ക് എത്തുന്നു. ഇവിടെ നിന്ന് എക്സിറ്റ് അടിക്കുന്നു. ദെൻ ലെവൽ 2 എന്ന് പറയുമ്പോൾ ബാൻഡേഡ് 2 എന്നതിലേക്ക് എത്തുന്നു. ജസ്റ്റ് ഞാനിവിടെ മാറ്റി 2 എന്ന് കൊടുക്കുന്നു. ദെൻ പാസ്വേഡ് നമ്മൾ നേരത്തെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു. ദെൻ ഇവിടെ എന്താണ്, ഇപ്പൊ നമ്മൾ ലെവൽ ബാൻഡേഡ് 2ലേക്ക് എത്തി.
ബാൻഡിഡ് 2-ൽ നിന്ന് നമുക്ക് ഇനി 3-ലേക്ക് പോകണം. അതെങ്ങനെ പോവാ എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. ദ പാസ്വേഡ് ഫോർ ദ നെക്സ്റ്റ് ലെവൽ സ്റ്റോർഡ് ഇൻ എ ഫയൽ കോൾഡ്. ഇങ്ങനെ ഒരു ഫയലിലാണ് നെക്സ്റ്റ് ലെവൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ അതിനകത്താണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് LS അടിച്ച് നോക്കാം. LS അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയൊരു ഫയലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ രീതിയിൽ ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇനി അത് എങ്ങനെ റീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാറ്റ്, നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ക്യാറ്റ് എന്ന് കൊടുക്കുന്നു. യെസ്, ക്യാറ്റ് എന്ന് കൊടുക്കുന്നു. ദെൻ ഡോട്ട് സ്ലാഷ് എന്ന് ചേർക്കുക. ക്യാറ്റ് ഡോട്ട് സ്ലാഷ് എന്ന് ചേർക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഫയൽ നെയിം എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നു. ഫയൽ നെയിം എങ്ങനെയാണോ ഉള്ളത്, സോറി, ഇത് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഒരു ഡബിൾ കോട്ട്സ് തുടങ്ങണം. ഫയൽ നെയിം എങ്ങനെയുള്ളത്, ഫയൽ നെയിം നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ എൻ്റർ അടിക്കുക. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബാൻഡിഡ് 3യുടെ പാസ്വേഡ് കിട്ടി. ഓക്കെ, ഇവിടെ എന്താണ് ചെയ്തത്, ഇവിടെ സ്പെഷ്യൽ സിമ്പിൾസ് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഇതെല്ലാം ഒരു ഒറ്റ ഫയലായിട്ട് എടുക്കണം. അപ്പൊ സ്പെഷ്യൽ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ എന്ത് കൊടുക്കണം എന്നുള്ളത് നേരത്തെ പഠിച്ചു. എന്നാൽ ഇതെന്താണ്, ഇതിന്റെ ഇടയ്ക്ക് കുറെ സ്പേസ് ഒക്കെ ഈ ഫയലിന് ഇടയ്ക്ക് നോക്കിയ സ്പേസ് ഉണ്ട്. സോ നമ്മളത് നേരെ കൊടുത്തു കഴിഞ്ഞാൽ അത് നോർമൽ രീതിയിൽ അത് വർക്ക് ആവില്ല. നമ്മൾ ക്യാറ്റ് അതേപോലെ ഡോട്ട് സ്ലാഷ് എന്ന് പറഞ്ഞ് മൈനസ് മൈനസ് സ്പേസസ്. ഓക്കെ, ഇത് നമ്മൾ നേരിട്ട് ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്പേസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് റൺ ആവില്ല. ഇടയ്ക്ക് നമ്മൾ സ്പേസ് വെച്ചിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റൺ ആവില്ല. ഇങ്ങനെയാണ് ശരിക്കും ഈ ഫയൽ നെയിം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫയൽ റൺ ആവില്ല. അപ്പോൾ ആ ഫയൽ റൺ ചെയ്യാനുള്ള 2 മെത്തേഡാണ്. ഒന്ന്, നമ്മൾ ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ ഇതെല്ലാം ഒന്നാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ സിമ്പിൾസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോട്ട് സ്ലാഷ് വെച്ചിട്ട് പേര് കൊടുക്കും. അപ്പോൾ ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഡോട്ട് സ്ലാഷ് മൈനസ് മൈനസ് സ്പേസസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമ്മളൊരു സ്ലാഷ് ഇട്ട് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് സ്പേസ്, ഇത് കണ്ടോ, ഇവിടേക്ക് ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ സ്പേസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ലാഷ്, റിവേഴ്സ് സ്ലാഷ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെയും നമുക്ക് ഒരു ഫയലിനെ റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് കുറച്ചുകൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്, ഇവിടെ LS അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫയൽ ഉണ്ട്. ഈ ഫയൽ നിങ്ങൾക്ക് റീഡ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാറ്റ് എന്ന് കൊടുക്കുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡോട്ട് സ്ലാഷ് എന്നുകൂടി കൊടുക്കുക. എന്തായാലും ഡോട്ട് സ്ലാഷ് കൊടുക്കണമല്ലോ. ദെൻ ടാബ് പ്രസ് ചെയ്യാം. ഓക്കെ, മൈനസ് മൈനസ് ടാബ് പ്രസ് ചെയ്യാം. മൈനസ് മൈനസ് ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഈ ഫയലാണല്ലോ മെൻഷൻ ചെയ്യുന്നത്. സോ ടാബ് അടിക്കുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടർ ഓട്ടോ ഫില്ല് ചെയ്യും. ബാക്കി എങ്ങനെ നടക്കണം എന്നുള്ളത് ഓട്ടോ ഫില്ല് ചെയ്യും. സോ നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്ടോ ഫില്ല് ചെയ്യുമ്പോൾ ഇത് ഈ രൂപത്തിലേക്ക് ഇങ്ങനെ വന്നോളും. ഓക്കെ, ക്യാറ്റ് കൊടുക്കുക, ഡോട്ട് സ്ലാഷ് കൊടുക്കുക. ഫയലിന്റെ ആദ്യത്തെ 2 സിമ്പിളിന്റെ പേര് സിമ്പിൾ ഐഫൺ ഇട്ടിട്ട് ടാബ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോ ഫില്ല് ചെയ്യും. നമ്മൾ ഇതിങ്ങനെ കൊടുക്കേണ്ട ആവശ്യമല്ല. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, നെക്സ്റ്റ് ലെവലിന്റെ പാസ്വേഡ് കിട്ടും. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച എന്താണ്, സ്പെഷ്യൽ സിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഫയൽ നെയിം റീഡ് ചെയ്യേണ്ടത്, ഫയലിനെ റീഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ക്യാറ്റ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, ഫയൽ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ഒരു ടൂളാണ് ക്യാറ്റ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യം കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യും, നെക്സ്റ്റ് ലെവലിന്റെ പാസ്വേഡ് കിട്ടി, ലെവൽ 3. ഓക്കെ, ലെവൽ 3യുടെ പാസ്വേഡ് കിട്ടി. ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്തു, എക്സിറ്റ് അടിച്ച് ഇറങ്ങി. ഇനി ഞാൻ എന്ത് ചെയ്യണം, അടുത്ത ലെവലിലേക്ക് കയറണം, ബാൻഡിഡ് 3യിലേക്ക് കയറണം. പാസ്വേഡ് എനിക്ക് ഇവിടെ കിട്ടിയതാണ്. ഞാൻ ആ പാസ്വേഡ് കൊടുത്തു, സിസ്റ്റത്തിലേക്ക് ഞാൻ കയറി. അപ്പൊ അതേപോലെ ഞാൻ എന്ത് ചെയ്യണം, 3യിൽ എത്തിയപ്പോ, അപ്പൊ 3യിൽ നിന്ന് ഇനി എങ്ങോട്ടാ പോകേണ്ടത്, 4ലേക്ക്. 3യിൽ നിന്ന് എങ്ങനെ പോവാം, ദ പാസ്വേഡ് ഈസ് നെക്സ്റ്റ് ലെവൽ സ്റ്റോർഡ് ഇൻ ഹിഡൻ ഫയൽ. ഹിഡൻ ഫയൽ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഹിഡൻ ഫയൽ ആയിട്ടുണ്ടല്ലോ. LS അടിച്ചു. അപ്പൊ നമ്മളിവിടെ LS എന്തിനാണ്, ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു. അപ്പൊ ഇവിടെ എങ്ങനെ ഒരു ഫോൾഡർ ഉണ്ടെന്ന് മനസ്സിലായി. സോ നമ്മൾ എന്ത് ചെയ്തു, CD ഇൻ ഹിയർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോൾഡറിലേക്ക് കയറി ഫുള്ള് ടൈപ്പ് ചെയ്യേണ്ട, ടാബ് അടിക്കുക. അപ്പോൾ ഓട്ടോ ഫിൽ ആയിക്കോളും. ദെൻ LS അടിച്ചു. LS അടിച്ച സമയത്ത് നമുക്ക് ഫയൽ ഒന്നും കാണാനില്ല. അപ്പൊ ഹിഡൻ ഫയൽസ് ആണത്. ഹിഡൻ ഫയൽസിനെ കാണാൻ നമ്മൾ എന്താ കൊടുക്കുക, LS-A എന്നാണ് കൊടുക്കുക.
അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഒരു എന്തോ ഒന്നുണ്ട്. ഇത് ഫയലാണോ ഫോൾഡർ ആണോ? നമുക്ക് വീണ്ടും സംശയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, LS-LA എന്ന് കൊടുക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഫയലാണോ ഫോൾഡർ ആണോ. ഇതെന്താണ്? ഇതൊരു ഫയലാണ്. ഓക്കെ, കാരണം തുടക്കത്തിൽ എന്തില്ല, ഡി എന്ന് കാണാനില്ല. ഫോൾഡർ ആണെങ്കിൽ തുടക്കത്തിൽ ഒരു ഡി ഉണ്ടാകും. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫയൽ റീഡ് ചെയ്യണം. സോ ക്യാറ്റ് ഞാൻ എന്ത് ചെയ്തു, ഡോട്ട് ഓക്കെ ഹൈഡിങ് ഫോർ യു, ഞാൻ അവരിങ്ങനെ കൊടുത്തു അതേപോലെ ഞാനൊന്ന് കൊടുത്തു. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഫയൽ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഒരു ഹിഡൻ ഫയൽ നമ്മൾ റീഡ് ചെയ്തു. അത് നമ്മൾ എന്ത് ചെയ്യും, പാസ്വേഡ് ആയിട്ട് സൂക്ഷിച്ചു വെക്കും. ഏത് ലെവലിന്റെ പാസ്വേഡ് ആണ്? ലെവൽ 4. ഓക്കെ, ലെവൽ 4ന്റെ പാസ്വേഡ് നമുക്ക് കിട്ടി. ദെൻ നമ്മൾ എക്സിറ്റ് അടിക്കുന്നു. ഇനി നമുക്ക് ലെവൽ 4ലേക്ക് എത്തണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ബാൻഡേഡ് 3 എന്ന് മാറ്റിയിട്ട് ഇനി ബാൻഡേഡ് 4 എന്ന് കൊടുക്കുന്നു. ഓക്കെ, പാസ്വേഡ് ഇത് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എന്തായിരുന്നു, തൊട്ട് മുന്നത്തെ ലാബിൽ എന്തായിരുന്നു, ബാൻഡേഡ് 3യിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഫോൾഡർ ഉണ്ടായിരുന്നു. ആ ഫോൾഡറിന്റെ അകത്ത് ഒരു ഹിഡൻ ഫയൽ ഉണ്ടായിരുന്നു. ഹിഡൻ ഫയൽ കാണാൻ നമ്മൾ എന്ത് കൊടുത്തു, LS-A എന്ന് കൊടുത്തിട്ട് ആ ഹിഡൻ ഫയൽ നമ്മൾ കണ്ടുപിടിച്ച് അത് നമ്മൾ റീഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ നമ്മൾ ഇനി എന്ത് ചെയ്തു, ബാൻഡേഡ് 4ലേക്ക് എത്തി. ബാൻഡേഡ് 4ലേക്ക് എത്തി. അവിടെ ഇതേപോലെ ഒരു ഫോൾഡർ ഉണ്ട്, ഇൻഹെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ഉണ്ട്. നമുക്ക് ടാസ്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ 4ലേക്ക് എത്തി. 4ൽ നിന്ന് ഇനി 5ലേക്കാണ്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് പറയുന്നത്, പാസ്വേഡ് ഫോർ ദ നെക്സ്റ്റ് ലെവൽ സ്റ്റോർ ഓൺലി ഹ്യൂമൻ റീഡബിൾ ഫയൽ ഇൻ ഇൻഹെയർ. അപ്പൊ ഇതിനകത്ത് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഒരു ഫയൽ ഉണ്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അത് മാത്രം നോക്കാം. ടിപ്പിലേക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഒരു ഫയൽ ഉണ്ട് ഇനി വരാൻ പോകുന്ന ഫോൾഡറുകളിൽ. ഓക്കെ, ഇനി വരാൻ പോകുന്ന ഫോൾഡർ എന്ന് പറഞ്ഞാൽ CD-ന്റെ അകത്ത്, ഇൻഹെയറിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് വീണ്ടും കുറേ ഫോൾഡറുകളുണ്ട്, കുറേ ഫയലുകളുണ്ട്. ഈ ഫയലുകളിൽ ഏതോ ഒന്ന് ഹ്യൂമൻ റീഡബിൾ ആണ്, റീഡ് ചെയ്യാൻ പറ്റുന്നതാണ്, ബാക്കിയൊന്നും റീഡ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പൊ ആ രണ്ട് രീതിയിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്താണ്, ഇതിൽ ഏതോ ഒരു ഫയൽ മാത്രം റീഡബിൾ ആണ്, ബാക്കിയൊന്നും റീഡബിൾ അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫയൽ എന്ന് പറയുന്ന ഒരു ടൂള്. ഓക്കെ, ഫയൽ എന്ന് പറയുന്ന ഈ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കും. വെയിറ്റ്, ഫയൽ സ്റ്റാർ എന്നിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇതെന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കേ, ഒരുപാട് ഫയൽസുകൾ ഉണ്ട്. ഈ ഫയലിന്റെ ഒക്കെ പേര് ഒരുപോലെയാണ്. ഫയൽ 00010020304 എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന എന്താണ്, ഫയൽ എന്നുള്ള ടൈമാണ്. സോ ഞാൻ ഫയൽ സ്റ്റാർ എന്നിട്ടു. ഈ ഫയൽ എന്ന് പറയുന്ന ടൂളാണ്. ഈ ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫയലിന്റെ ടൈപ്പ് എന്താണ്, ഇതിന്റെ ഉള്ളിൽ എന്ത് ഡാറ്റയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അപ്പൊ എന്ത് ടൈപ്പാണ്, MD4 ആണോ, അല്ലെങ്കിൽ വീഡിയോ ഫയൽ ആണോ, ടെക്സ്റ്റ് ഫയൽ ആണോ, ടെക്സ്റ്റ് ഫയൽ ആണെന്നുണ്ടെങ്കിൽ അത് ഏതാണ്, അങ്ങനെ അതിന്റെ ഫോർമാറ്റ് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഫയൽ ടൂൾ. ഓക്കെ, രണ്ടാമത് ഞാൻ മെൻഷൻ ചെയ്ത ഫയൽ എന്ന് പറയുന്നത് ഈ ഫയലുകളുടെ പേരിന്റെ തുടക്കത്തിലുള്ള വേർഡ്. ഓക്കെ, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോന്നായിട്ട് കൊടുക്കാം. ഫയൽ 00 മാത്രം എനിക്ക് ചെക്ക് ചെയ്യാം. അതെന്താണ്, ഫയൽ സ്റ്റാർ എന്ന് കൊടുത്തു. ഞാൻ ഫയൽ സ്റ്റാർ വേണ്ട, ഫയൽ 00. ഓക്കെ, അപ്പൊ ഞാൻ ഫയലിന്റെ പേര് ഞാൻ എന്ത് ചെയ്തു, ഫയൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹൈഫൺ സ്റ്റാർട്ടിങ്ങിൽ എന്താ സിമ്പിൾസ് വരികയാണെന്നുണ്ടെങ്കിൽ ./ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ദെൻ ഈ ഫയൽ നോക്കിയ സമയത്ത് ആ ഫയലിന്റെ എന്താണ്, ഡാറ്റയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതെല്ലാം പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സ്റ്റാർ എന്ന് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും, ഓരോന്നോരോന്ന് ഇപ്പൊ ഞാൻ 00ന്റെ ചെക്ക് ചെയ്തു, ഇനി ഞാൻ 01ന്റെ ചെക്ക് ചെയ്യണം, 2ന്റെ ചെക്ക് ചെയ്യണം, 3ന്റെ ചെക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ മാറി പോകേണ്ട ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്താൽ മതി, ഫയൽ സ്റ്റാർ എന്ന് കൊടുത്താൽ മതി. അപ്പൊ ഈ ഫയൽ മൊത്തം ചെക്ക് ചെയ്തിട്ട് നോക്കേ, ഫയൽ 00 ഡാറ്റയാണ്, ഫയൽ 01 ഡാറ്റയാണ്, 02 ഡാറ്റയാണ്,
ഫയൽ 07 ആസ്കി ടെക്സ്റ്റ് ആണ്. അപ്പൊ ടെക്സ്റ്റ് ആണ് എന്ന് മനസ്സിലായല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫയൽ റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഫയൽ 07. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, അത് റീഡ് ചെയ്തു. സോറി, നമ്മൾ ഫയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, ഹൈഫൺ വെച്ചിട്ടായിരുന്നു, ഹൈഫൺ. അപ്പൊ നമുക്ക് എന്തായി, അവിടെയുള്ള ഹിഡൻ ആയിട്ടുള്ള ഫയൽ കിട്ടി, അല്ല ഹിഡൻ ആയിട്ടുള്ള പാസ്വേഡ് കിട്ടി. സോ ഇവിടെ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഒരൊറ്റ ഫയലേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ള ഫയലൊന്നും ഹ്യൂമൻ റീഡബിൾ ആയിരുന്നില്ല. അപ്പോൾ ഏതൊരു ഫയലിന്റെയും ടൈപ്പ് എന്താണ്, അത് വീഡിയോ ആണോ ഇമേജ് ആണോ, ഇമേജ് ആണെങ്കിൽ ഏതാണ്, PNG ഉണ്ട്, JPG ഉണ്ട്, ഏത് ഫോർമാറ്റ് ആണെന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഫയൽ ടൂൾ എന്ന് പറയുന്നത്, ടൂളാണ്. ദെൻ ഇതെന്തായിരുന്നു, അവിടെ ആ ഒരു ഡയറക്ടറിയിൽ ഉണ്ടായിരുന്ന ഫയൽ നെയിമുകൾ കണ്ടോ, ഇതൊക്കെയായിരുന്നു ആ ഫയൽ നെയിമുകൾ. സോ ഈ ഫയലിൽ ഏതോ ഒരു ഫയലിൻ്റെ ഉള്ളിൽ പാസ്വേഡ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ഹ്യൂമൻ റീഡബിൾ ആണെന്നുള്ളത് ഹിന്റിൽ തന്നതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഒക്കെ ടൈപ്പ് എടുത്ത് നോക്കി, അതിൽ ഫയൽ 07 മാത്രമാണ് ആസ്കി സ്ട്രിങ് അല്ലെങ്കിൽ ആസ്കി ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കാണിച്ചാൽ അതിൻ്റെ അർത്ഥം അത് ഹ്യൂമൻ റീഡബിൾ ആണെന്നാണ്. അപ്പോൾ നമ്മളത് ഓപ്പൺ ആക്കിയപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു, നെക്സ്റ്റ് ലെവലിലേക്കുള്ള പാസ്വേഡ് കിട്ടി. ഓക്കെ, ലെവൽ 5, നമ്മൾ ലെവൽ 5ലേക്കുള്ള ഒരു പാസ്വേഡ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ലെവൽ 5ലേക്ക് ലോഗിൻ ചെയ്യണം. സോ സ്ഥിരം ചെയ്യുന്ന പണി തന്നെ, എക്സിറ്റ് അടിക്കുക, ബാൻഡിഡ് 5ലേക്ക് നമ്മൾ എത്തി. നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്വേഡ് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ബാൻഡിഡ് 5ലേക്ക് എത്തി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 5ൽ നിന്ന് 6ലേക്കാണ് പോകേണ്ടത്. അപ്പൊ 5ൽ നിന്ന് 6ലേക്ക്, 5ൽ നിന്ന് 6ലേക്ക് പോകാൻ ഇവിടെ ഒരു ഫയൽ ഉണ്ട്. ആ ഫയൽ ഹ്യൂമൻ റീഡബിൾ ആണെന്ന് പറയുന്നുണ്ട്. ആ ഫയലിന്റെ സൈസ് 1033 ബൈറ്റ്സ് ആണെന്ന് പറയുന്നുണ്ട്. ഈ ഫയൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയും പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഫയലിന്റെ ഉള്ളിൽ എന്തുണ്ട്, പാസ്വേഡ് ഉണ്ട്. ഇപ്പൊ ടാർഗറ്റ് കമ്പ്യൂട്ടറിൽ ഒരുപാട് ഫയൽസുകൾ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഈ ഫോൾഡറിന്റെ അകത്തും ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഒരുപാട് ഫയൽസുകൾ ഉണ്ട്. ആ ഫയലുകളിൽ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഒരു ഫയൽ ആയിരിക്കണം. 1033 ബൈറ്റ്സ് ആയിട്ടുള്ള ഒരു ഫയൽ ഉണ്ട്. ആ ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് പാസ്വേഡ് ഉണ്ട് എന്ന് നമുക്ക് എന്ത് തരുന്നുണ്ട്, ഒരു ഹിന്റ് തരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ഒരു പാസ്വേഡ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുക, കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്, അതാണ് ഫൈൻഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇവരിവിടെ നമുക്കൊരു ഗസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഈ ടൂളുകളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നു, ഫൈൻഡ് ടൂൾ യൂസ് ചെയ്യുന്നു. ഫൈൻഡ് എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ എന്താണ് നമ്മൾ ഇതിൽ എന്തുമാത്രം നോക്കുക, ഒന്ന് ഇതൊരു ഫയലാണ് എന്നുള്ളൊരു കാര്യം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ആ ഒരു ടേം കൊടുക്കാം, എന്ത്, ഫൈൻഡ് ദെൻ ഡോട്ട്. ഡോട്ട് എന്ന് പറയുന്നത് എവിടെ തൊട്ടാണ് ഫൈൻഡ് റൺ ആവേണ്ടത്, ഈ ഫോൾഡർ ഇവിടെ തൊട്ട് റൺ ആയാൽ മതി. ഇപ്പം ഞാൻ നിൽക്കുന്ന എവിടെയാണ്, ഹോം ഡയറക്ടറിയിലാണല്ലോ, ഇവിടെ തൊട്ട് റൺ ആയാൽ മതി എന്ന് കാണിക്കാനാണ് ഡോട്ട് കൊടുത്തത്. തുടക്കം മുതൽ റൺ ആവണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ബേസ് ഫോൾഡർ ഏതാണ്, സ്ലാഷ് ആണ്. സ്ലാഷ് മുതൽ റൺ ആവണമെന്നുണ്ടെങ്കിൽ സ്ലാഷ് എന്ന് കൊടുക്കാം, എന്നിട്ട് ബാക്കി നമ്മൾ ചെയ്താൽ മതി. ഇപ്പം എനിക്ക് എന്താണ്, ഇവിടെ തൊട്ട് ചെയ്താൽ മതി, കാരണം സ്ലാഷ് മുതൽ ചെയ്യുമ്പോഴേക്കും തുടക്കം മുതൽ സ്കാൻ ചെയ്ത് വരുമ്പോഴേക്കും സമയം ഒരുപാട് എടുക്കും. ഫസ്റ്റ് ഫോൾഡർ മുതൽ, അപ്പോൾ ഫസ്റ്റ് ഫോൾഡർ മുതൽ വേണ്ട, ഇവിടം തൊട്ട്, ഇപ്പൊ ഞാൻ ഏത് ഫോൾഡറിൽ നിൽക്കുന്നു അവിടം തൊട്ട് എന്ന് കാണിക്കാനാണ് ഡോട്ട് എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഡോട്ട് മെൻഷൻ ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, മൈനസ് ടൈപ്പ്, ഇതൊരു ഫയലാണ് എന്നുണ്ടല്ലോ, മൈനസ് ടൈപ്പ് എഫ് എന്ന് കൊടുത്തു. ദെൻ അവരൊരു പ്രത്യേക ഒരു കാര്യം പറഞ്ഞായിരുന്നു, സൈസ് 1033 ബൈറ്റ്സ് എന്ന് പറഞ്ഞു. ബൈറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സി ആണ്. ഓക്കെ, അപ്പൊ 1033 സി എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നോട്ട് എക്സിക്യൂട്ടബിൾ. സോ അത് മെൻഷൻ ചെയ്യാം. നമ്മൾ എന്ത് കൊടുക്കുന്നു, നോട്ട്. ഇത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കുള്ള ഉത്തരവായിട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ പാലിക്കുന്ന ഫയലിനെ നമുക്കിവിടെ കിട്ടും. ഞാൻ അവിടെ തന്നെ എൻ്റർ അടിച്ചു. അപ്പൊ എന്താണ്, ഈ ലൊക്കേഷനിൽ എന്താ ഒരു ഫയൽ ഉണ്ട്. ആ ഫയൽ അതൊരു ഫയലാണ്. ദെൻ അതിന്റെ സൈസ് 1033 ബൈറ്റ്സ് ആണ്. ബൈറ്റ്സിന് റെപ്രസെന്റ് ചെയ്യാനാണ് സി എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ മാച്ച് ചെയ്ത് വന്നൊരു ഫയൽ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇവിടെ തന്നെ ഇത് റീഡ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ.
ഓക്കെ, നമ്മളത് റീഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നെക്സ്റ്റ് ലെവലിൻ്റെ പാസ്വേഡ് കിട്ടി. ഓക്കെ, ലെവൽ 6ന്റെ പാസ്വേഡ് നമുക്ക് കിട്ടി. ദെൻ നമുക്ക് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ കമാൻഡിന്റെ കൂടെ നോട്ട് എക്സിക്യൂട്ടബിൾ ഒന്നും കൂടി ചേർക്കാമായിരുന്നു. എക്സിക്യൂട്ടബിൾ. ഓക്കെ, നമുക്ക് ഇതിന്റെ കൂടെ നോട്ട് എക്സിക്യൂട്ടബിൾ എന്നും കൂടി നമുക്ക് ഇതിന്റെ കൂടെ ചേർക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അതിന്റെ ആവശ്യം വന്നില്ല. നമ്മൾ അതിന്റെ തൊട്ട് മുന്നത്തത് റൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ അവർ തന്ന ഹിന്റ് ആണ്. ഹിന്റ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ഫയലിനെ കണ്ടുപിടിച്ചു. ആ ഫയലിൻ്റെ ഉള്ളിൽ നിന്ന് പാസ്വേഡിനെയും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ദെൻ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ലെവലിലേക്ക് പോവാണ്. ഇപ്പൊ നമ്മൾ 5-ലാണ്. ദെൻ നെക്സ്റ്റ് ലെവൽ 6, ബാൻഡേഡ് 6. ഓക്കെ, ഇതെന്താണെന്ന് ഫൈൻഡ് മനസ്സിലായല്ലോ. ഫൈൻഡ് നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഫയലുകളെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ടൈപ്പ് ഹ്യൂമൻ റീഡബിൾ ആണെന്ന് പറയുമ്പോൾ അതൊരു ഫയലാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ -type f എന്ന് കൊടുത്തത്. ദെൻ അതിന്റെ സൈസ് നമ്മൾ C, ബൈറ്റ്സിനെ നമ്മൾ C വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മൈനസ് സൈസ് 1033C. ദെൻ നോട്ട് എക്സിക്യൂട്ടബിൾ ആ ഫയലായിട്ട്. ദെൻ നമ്മൾ പാസ്വേഡ് കൊടുത്തു. ബാൻഡേഡ് 6ലേക്ക് എത്തി. ദെൻ ബാൻഡേഡ് 6ൽ എന്താണ് പറയുന്നത്? നമ്മൾ 6ൽ നിന്ന് 6ലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 7ലേക്കാണല്ലേ പോകേണ്ടത്. അപ്പോൾ 6 to 7. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫയൽ കണ്ടുപിടിക്കാനാണ്. ഫയലിന് ഓണഡ് ബൈ യൂസർ ബാൻഡേഡ് 7. ബാൻഡേഡ് 7 ആണ് ആ ഫയലിന്റെ ഓണർ. അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഓണഡ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ പേര് ബാൻഡേഡ് 6. യൂസറിന്റെ പേര് ബാൻഡേഡ് 7 എന്ന് പറയുന്ന യൂസറാണ് ആ ഫയലിന്റെ ഓണർ. എന്നാൽ അവർക്ക് ബാൻഡേഡ് 6 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലുള്ള ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? ആ ഫയൽ യൂസ് ചെയ്യാൻ പറ്റും. ആ ഫയലിന്റെ സൈസ് 33 ബൈറ്റ്സ് ആണ്. സൈസ് 33 ബൈറ്റ്സ് ആണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് വേണം നമുക്ക് ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഇവിടെ എന്താ പറഞ്ഞത്? നമുക്ക് ഫൈൻഡ്, നമുക്ക് എന്താണ്? ഫൈൻഡ് കമാൻഡ് ആണ് യൂസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഫൈൻഡ്. എവിടെ തൊട്ടാ തുടങ്ങേണ്ടത്? ഇവിടെ നമുക്ക് കറന്റ് ഫോൾഡർ മുതലല്ല, ഇവിടെ ഗ്രൂപ്പ് ഒക്കെ പാടെ നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഏത് യൂസറിലാണ് ആ ഫയൽ കിടക്കുന്നത് എന്നുള്ളത് വ്യക്തതയില്ല. ഇവിടെ പറയുന്നത് ഫയൽ ഓണഡ് ബൈ ബാൻഡേഡ് 7 എന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് 6-ലാണ്. അപ്പോൾ അത് നമുക്ക് നമ്മൾ നിൽക്കുന്ന ഫോൾഡർ കിട്ടിയോണ്ട് കാര്യമില്ല. തുടക്കം മുതൽ സ്കാൻ വരണം, എങ്കിലേ അത് കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് 6-ലും ഫയലിന്റെ ഓണർ 7-ഉമാണ്. അപ്പോൾ അത് വേറെ എവിടെയോ ആയിരിക്കാം ആ ഫയൽ ഉണ്ടാവുക. കാരണം നമ്മളുടെ ഹോം ഡയറക്ടറിയിൽ നമ്മുടെ ഫയലുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു? ഫൈൻഡ് / എന്ന് കൊടുത്തു. തുടക്കം മുതൽ സ്കാൻ ചെയ്യണം എന്നുള്ള ഒരു അർത്ഥത്തിൽ. ദെൻ യൂസർ എന്ന് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂസർ ആരാന്നുള്ളത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? -user banded 7. ഓക്കെ, -user banded 7 എന്ന് കൊടുത്തു. ദെൻ -group banded 6. ഓക്കെ, അപ്പൊ തന്നെ എന്തായി? ഇങ്ങനെയുള്ള മൊത്തം കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. ബാൻഡേഡ് 7-ഉം അതേപോലെ ഗ്രൂപ്പ് ബാൻഡേഡ് 6-ഉം ആയിട്ടുള്ള എല്ലാ ഫയലുകളെയും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം എന്നുള്ള ഒരു കമാൻഡ് നമ്മൾ കൊടുത്തു. എന്നാൽ അതിൽ നിന്ന് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുകൂടി നമ്മൾ ഇനി മെൻഷൻ ചെയ്യണം. ആരെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? -size 33C ഇവിടെ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? 33 ബൈറ്റ്സ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം. സോ ബൈറ്റ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ C എന്നുള്ളതാണ് യൂസ് ചെയ്യുക. സോ -33C എന്നുള്ള ഒരു ഇതുകൂടി നമ്മൾ കൊടുത്തു. ഓക്കെ, നമ്മൾ ചില ഫൈൻഡ് കൊടുക്കുമ്പോൾ ഫൈൻഡിനൊരു പ്രശ്നമുണ്ട്. ഫൈൻഡ് ചില സമയങ്ങളിൽ അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്രേറ്റർ ദാൻ 2 ഗ്രേറ്റർ ദാൻ നമ്മൾ എന്ത് കൊടുക്കും? /dev/null എന്ന് കൊടുക്കും. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ഇതൊരു ലൂപ്പായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ലൂപ്പായിട്ട് മീൻസ് ഇൻഫിനിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിനെ പെട്ടെന്ന് ഇൻഫിനിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. സത്യത്തിൽ നമ്മുടെ കമാൻഡ് ഇവിടെ കൊണ്ട് തീർന്നായിരുന്നു. ഇത്ര മതി, നമുക്ക് റൺ ചെയ്താൽ കിട്ടും. പിന്നെ ഇതും കൂടി എന്തിനു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
സപ്പോസ് നമ്മളങ്ങനെ ലൂപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അത് കണ്ടിന്യൂസ് ആയി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം സ്ലാഷ് മുതൽ സെർച്ച് ചെയ്യാന്ന് പറയുമ്പോൾ തുടക്കം മുതലേ വരും. ഈ ഒരു ഫോൾഡറിൽ ഒരുപാട് ഫയലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലോ ഈ പറയുന്ന ഒരുപാട് ടൂളുകൾ സോറി ഒരുപാട് ഫയലുകൾ ഇതേപോലെ പ്രോപ്പർട്ടി വന്നാൽ യൂസർ ബാൻഡ് 7ഉം ഗ്രൂപ്പ് ബാൻഡ് 6ലും ഒരുപാട് ഫയൽ വന്നു. പോരാത്തിന് 33 ബൈറ്റ്സിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഒരു ഫയലല്ല കുറേ ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഇൻഫിനിറ്റിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമാൻഡ് തുടക്കത്തിലെ ആഡ് ചെയ്തത്. ഓക്കെ, ദെൻ നമ്മൾ എൻ്റർ അടിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ഏതോ ഒരു ഫയൽ നമുക്ക് കിട്ടി. ഈ ഒരു ഫയൽ നമുക്ക് ഏത് ലൊക്കേഷനിലാണ് കൊണ്ടുപോയി വെച്ച് നോക്കിയാൽ നമ്മളത് മാനുവലി തപ്പി കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. ദൂരെ എവിടെയോ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ ഫയൽ പാത്ത് കോപ്പി ചെയ്തു. അപ്പോൾ ഫൈൻഡ് സ്ലാഷ് ആ ഫയലിൻ്റെ ഓണർ യൂസർ ബാൻഡ് 7ഉം ആ ഫയലിൻ്റെ ഗ്രൂപ്പ് ബാൻഡ് 6ഉം ആണ്. അതിന് 33 ബൈറ്റ്സ് സൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി? ഈ പറയുന്ന പോലെ അതിൻ്റെ പാത്ത് കിട്ടി. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇൻഫിനിറ്റിന്റെ ടേം കളയുന്നു. 33C. ഓക്കെ, നമുക്ക് ആവശ്യമില്ലാതെ കുറേ സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. ഇതിൽ നിന്ന് നമ്മൾ തപ്പി കണ്ടുപിടിക്കണം ആ ഫയൽ. ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ, പെർമിഷൻ ഡിനൈഡ്, ഇത് നമുക്ക് ആവശ്യമില്ലായിരുന്നല്ലോ. ഇതൊക്കെ ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് മറ്റേത് കൊടുക്കുന്നത്. ഓക്കെ, ഇതിനുള്ളിൽ പെർമിഷൻ ഡിനൈഡ് ഇതിൽ ഒരു ഫയൽ നമുക്ക് ആക്സസിബിൾ ആയിരിക്കും. ഈ ഫയൽ നമ്മൾ മാനുവലി പോയിട്ട് തപ്പി കണ്ടുപിടിക്കണമായിരുന്നു. ഇതാ ഇവിടെ ഉണ്ട്. ബാക്കിയൊക്കെ നോക്കണം പെർമിഷൻ ഡിനൈഡ്. ഇതിന്റെ ഇടയിൽ പോയിട്ട് ഇത് കണ്ടുപിടിക്കാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി ഇത് ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല. ഇതൊക്കെ ചെറിയ കമ്പ്യൂട്ടറുകളാണ്, ചെറിയ മെഷീൻസ് ആണ്. നമ്മൾ റിയൽ ടൈം മെഷീൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഫയലൊന്നും ഇന്നൊന്നും തീരില്ല. ഇതിങ്ങനെ റൺ ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യാനും ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ ഒഴിവാക്കാനും കൂടിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഈ ഒരു ടേം കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. ഇത് കൊടുക്കാതെ ചെയ്തപ്പോൾ നമുക്ക് കണ്ടില്ലേ എന്താണ് ആ ഇഷ്യൂ എന്നുള്ളത്. അത് ചെറിയ മെഷീൻ ആയതുകൊണ്ട് ഇത്ര ഫയൽ, വലിയ മെഷീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫയൽ വന്ന് നമുക്ക് പിന്നെ ഒന്നും ടെർമിനൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ടെർമിനൽ ചിലപ്പോൾ മേ ബി ഹാങ് ആയി പോകും. അത് ഒഴിവാക്കാനാണ് ഈ ടേം എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചില കമാൻഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിലേക്ക് പോകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒപ്പം മെല്ലെ സ്പേസ് ഇട്ടിട്ട് ഈ ഒരു ടൈം കൂടിയും കൊടുക്കുക. അപ്പൊ ഇവർ തന്നെ അത് ഇൻഫിനിറ്റിയിലേക്ക് പോകുകയാണെങ്കിൽ അവരതിനെ സ്റ്റോപ്പ് ചെയ്തോളും. ഓക്കെ, എന്തായാലും നമുക്കിപ്പോൾ നെക്സ്റ്റ് ലെവലിൻ്റെ ഒരു പാസ്വേഡിന്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഇവിടെ കൊടുത്തു. അപ്പൊ നമുക്ക് എന്തായി? നെക്സ്റ്റ് ലെവലിന്റെ പാസ്വേഡ് കിട്ടി. സോ നെക്സ്റ്റ് ലെവൽ ഏതാണ്? ലെവൽ 7. ഓക്കെ, ദെൻ ലെവൽ 7ലേക്ക് നമ്മൾ എത്തി. നമ്മൾ ആ പാസ്വേഡ് ഇവിടെ എടുത്തു വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലെവൽ 7ലേക്ക് എത്തിയാൽ പിന്നെ നമ്മൾ 8ലേക്ക് പോകണം. ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് എക്സിറ്റ് അടിക്കുന്നു. നമ്മൾ ബാൻഡിഡ് 6 എന്നുള്ളത് മാറ്റിയിട്ട് ബാൻഡിഡ് 7 എന്നാക്കുന്നു. ഓക്കെ, പാസ്വേഡ് കൊടുത്തു. നമ്മളിപ്പോൾ ഇവിടെ 7ലേക്ക് എത്തും. ഇനി 7ൽ നിന്ന് നമുക്ക് 8ലേക്ക് പോകാൻ നമ്മൾ പാസ്വേഡ് ഫോർ ദ നെക്സ്റ്റ് ലെവൽ സ്റ്റോർഡ് ഇൻ ദ data.txt നെക്സ്റ്റ് ടു ദ വേർഡ് മില്യൺത്ത് എന്ന് പറയുന്ന വേർഡ്. അപ്പൊ ഈ data.txt ഉള്ളിൽ ഒരുപാട് വേർഡ് ഉണ്ട്. അതിൽ മില്യൺത്ത് എന്ന് പറയുന്ന ഈ വേർഡിന്റെ എടുത്തു നിൽക്കുന്ന വേർഡാണ് നമ്മളുടെ പാസ്വേഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ലെവലിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ബാൻഡിഡ് 7ൽ ഒരു ഫയൽ ഉണ്ടാവും. data.txt ഇത് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനുള്ളിൽ എന്താണ്? ഒരുപാട് ഫയൽസ് ഉണ്ടാവും. wc-l ഇതെന്തിനാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫയലിൻ്റെ ഉള്ളിൽ എത്ര ലൈൻസ് ഉണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇവിടെ 98567 എന്ന് പറഞ്ഞാൽ എത്രയാണിത്? 98,567 വേർഡ്സുകളുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും വേർഡ്സ് ഈ ഒരു ഫയലിലുണ്ട്. അപ്പൊ നമ്മളിവിടെ കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് നിന്ന് നമുക്ക് എന്താണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഹിന്റ് തന്നത്? മില്യൺത്ത് എന്ന് പറയുന്ന ഒരു വേർഡ് ഇതിനെടുത്തുള്ളതാണ് നമ്മളുടെ പാസ്വേഡ് എന്നാണ് പറഞ്ഞത്. നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്രപ്പ്. ഗ്രപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? നമ്മളുടെ ആ ഒരു പേര് കൊടുക്കുന്നു. എന്തായിരുന്നു? മില്യൺത്ത്. അത് മാത്രം കൊടുത്താൽ മതിയോ? പോരാ, നമ്മൾ എന്തുകൂടി കൊടുക്കണം? ഫയലിന്റെ പേരും കൂടി കൊടുക്കണം. data.txt. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? data.txt എന്ന് പറയുന്ന ഫയലിൽ എവിടെയെങ്കിലും മില്യൺത്ത് ഉണ്ടെങ്കിൽ ആ ലൈന് നമുക്ക് കാണിച്ചു തരും. ആ ലൈനിൽ എന്തുണ്ട്? നമ്മളുടെ പാസ്വേഡ് ഉണ്ട്. ശരിക്കും ഇവിടെ ഒരുപാട് ഈ data.txt-യിൽ ഒരുപാട് ഫയലുകൾ താഴെ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഡാറ്റയുണ്ട്. അതിൽ നിന്ന് ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ലെസ് എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രമേ നമ്മൾ അത് കാണുള്ളൂ. data.txt. ഓക്കെ,
ഇത്രയേ ഉണ്ട്. ഓരോരുത്തരെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ എൻ്റർ അടിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള വേർഡാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് യഥാർത്ഥ യൂസർ നെയിം അല്ലെങ്കിൽ യഥാർത്ഥ പാസ്വേഡ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവരൊരു ഹിന്റ് തന്നു. മില്യൺത്ത് എന്ന് പറയുന്ന വേർഡിന് നേരെയുള്ളതാണ് നമ്മളുടെ പാസ്വേഡ്. നമ്മളിത് മാനുവലി കണ്ടുപിടിക്കലും ബുദ്ധിമുട്ടാണ്. മില്യൺത്ത് എന്നുള്ള വേർഡ് എവിടെ ഉണ്ട് എന്നുള്ളത് തപ്പി കണ്ടുപിടിക്കണമായിരുന്നു. ഓക്കെ, പക്ഷെ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യം വന്നില്ല. നമ്മൾ എന്ത് ചെയ്തു? ഗ്രപ്പ് കമാൻഡ് യൂസ് ചെയ്തിട്ട് ഈ ഫയലിനുള്ളിൽ ഇങ്ങനെ ഒരു വേർഡ് ഉണ്ടോ എന്നുള്ളത് നോക്കി, ഉണ്ടെങ്കിൽ ആ ലൈന് മൊത്തം പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അത് ആര് ചെയ്തോളും? ഗ്രപ്പ് ടൂൾ ചെയ്തോളും. സോ ഗ്രപ്പ് ടൂൾ അങ്ങനെ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ഗ്രപ്പ് നമുക്ക് ഈ ഒരു വേർഡ് വരുന്ന, ഈ കൊടുത്തിരിക്കുന്ന വേർഡ് വരുന്ന ലൈന് നമുക്ക് കാണിച്ചു തന്നു. ഇതാണ് ആ ലൈൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നെക്സ്റ്റ് ലെവലിന്റെ പാസ്വേഡ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതും ഇവിടെ സൂക്ഷിച്ചു വെക്കുക. ലെവൽ 8. ലെവൽ 8ന്റെ പാസ്വേഡ് നമുക്ക് കിട്ടി. ദെൻ എക്സിറ്റ് അടിക്കുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ലെവൽ 8ലേക്ക് ലോഗിൻ ചെയ്യുന്നു. 8. ഇനി നമ്മൾ എന്താണ് ലെവൽ 8ൽ എങ്ങനെയാണ് നമുക്ക് 9ലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ വീണ്ടും data.txt എന്ന് പറയുന്ന ഫയൽ തന്നെയാണ്. അറിയില്ലേ, നമുക്കൊന്നുകൂടി ഹിന്റ് എടുത്ത് നോക്കാം. 7ൽ നിന്ന് 8ലേക്ക് എത്തി. ഇനി 8ൽ നിന്ന് നമുക്ക് 9ലേക്കാണ് പോകാനുള്ളത്. Then the password in the next level is stored in the data.txt and the only of the text that occur only once. ഈ ഫയലിനകത്ത് ഒരുപാട് വേർഡുകളുണ്ട്. പക്ഷെ ആ വേർഡുകളൊക്കെ ഇതിൽ മൾട്ടിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു വേർഡ് മാത്രം യുണീക്ക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വേർഡ് മാത്രം ഒരു തവണയെ റിപ്പീറ്റ് ചെയ്ത്, ഒരു തവണ വന്നിട്ടുള്ളൂ, ഒരൊറ്റ തവണ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഒന്നിൽ കൂടുതൽ തവണ അത് കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആ വേർഡിനെ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. ഈ ഫയലിനകത്ത് ഒരുപാട് വേർഡ്സ് ഉണ്ട്. പക്ഷെ ആ വേർഡ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പീറ്റ് ആയിട്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു വേർഡ് മാത്രം റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. ആ വേർഡിനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സോർട്ട് എന്ന് പറയുന്നത്. വേർഡ് ലിസ്റ്റിന് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? സോർട്ട് എന്ന് യൂസ് ചെയ്യുന്നു. സോർട്ട് data.txt. സോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ഓർഡറിലാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്കത് മാത്രം മതിയോ? പോരാ. നമ്മൾ എന്ത് ചെയ്യുന്നു? പൈപ്പ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് സോർട്ട് ചെയ്ത ഡാറ്റനെ എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? യുണീക്കായ ഒരാളെ കണ്ടുപിടിക്കണം. സോ നമ്മൾ യുണീക്ക് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഡാറ്റ എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഒരു യുണീക്കായ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കണം. അതേതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ദെൻ ആ ഒരു ടൈം കൂടി നമുക്ക് ആഡ് ചെയ്യണം. സോർട്ട് യുണീക്ക് -u. യെസ്, സ്മോൾ ലെറ്റർ u. ഇതിൽ യുണീക്ക് ആയത് ഏത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ബാക്കിയുള്ളവരൊക്കെ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതെല്ലാം ലിസ്റ്റ്. നമുക്ക് ലിസ്റ്റ് ഒരുപാടുണ്ട്, നമ്മളത് ചുരുക്കിയതാണ്. നമ്മൾ ഇതാണ് കമാൻഡ്. നമ്മൾ എന്ത് ചെയ്തു? സോർട്ട് data.txt. data.txt-ലുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ എന്ത് ചെയ്തു? wc -l data.txt. ഇതുപോലെ 1001 വേർഡുകൾ ഉണ്ടായിരുന്നു. ഈ 1001 ഒരാൾ മാത്രം ഒരു തവണ എഴുതിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മൾട്ടിപ്പിൾ തവണ വീണ്ടും വീണ്ടും വന്നിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. സോ ഞാൻ എന്ത് ചെയ്തു? സോർട്ട് ചെയ്യാൻ പറഞ്ഞു. ഈ സോർട്ട് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യത്തിൽ സോർട്ട് കമാൻഡിന്റെ ആവശ്യമില്ല. നമുക്കിത് കാറ്റ് അടിച്ചിട്ട് ഇങ്ങനെ കൊടുത്താലും, കാറ്റ് data.txt എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്താലും ഇത് യുണീക്കാവും. യുണീക്ക് മാത്രം കൊടുത്താലും വർക്കാവില്ല. നമ്മൾ യുണീക്ക് വേറെ ഏതെങ്കിലും ഒരു ടൂളിന്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പൊ കാറ്റ് data.txt യുണീക്ക് -u കൊടുത്താലും നമുക്കത് യുണീക്ക് ആയിട്ട് കിട്ടും. പക്ഷെ നമ്മൾ സോർട്ട് ചെയ്യുന്നതിനാണ്. ഒരു ഡാറ്റ സെറ്റിലുള്ള ഡാറ്റ ഐറ്റംസിനെ മൊത്തം സോർട്ട് ചെയ്ത് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ? അപ്പൊ നോക്കേ, ഒരു സാമ്പിൾ എടുത്തിട്ട് നോക്കി നോക്കേ. NOPQRST. കണ്ടോ? ഇതൊരു ഓർഡറിൽ വന്നല്ലോ. ഇങ്ങനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോർട്ട് കൊടുക്കുന്നത്. ദെൻ അതിന്റെ ഔട്ട്പുട്ടിനെ പൈപ്പ് ഓപ്പറേറ്റർ എന്തിനാണ് കൊടുക്കുന്നത്? ഈ ഹൈഫിനെയാണ് നമ്മൾ, ഈ ഒരു വരനെയാണ്, ലൈനിനെയാണ് നമ്മൾ പൈപ്പ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതെന്തിനാണ് കൊടുക്കുന്നത്? ഇവിടെ ഇങ്ങനെ ചെയ്ത ഡാറ്റനെ ഇവിടെ തൊട്ട് മുന്നേ സോർട്ട് data.txt എന്ന് പറയുമ്പോൾ എന്താവും? സോർട്ട് ആവും. ആ സോർട്ട് ചെയ്ത ഡാറ്റനെ എന്ത് നോക്കണം? അതിനകത്തുനിന്ന് യുണീക്ക് ആയത് കണ്ടുപിടിക്കണം. സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യുണീക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും.
എന്താ നമുക്ക് സമയം എടുക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം സോർട്ട് ചെയ്തിട്ട് അതിനുശേഷം യുണീക്ക് ആയത് കണ്ടുപിടിച്ചു. അങ്ങനെ യുണീക്ക് ആയതിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് നമുക്ക് കിട്ടി, നമ്മളത് കോപ്പി ചെയ്തു. അതാണ് നമ്മളുടെ ലെവൽ 9ന്റെ പാസ്വേഡ്. ലെവൽ 9 നമ്മൾ ആ ഒരു പാസ്വേഡ് കൊടുത്തു. ദെൻ നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് അടിച്ചു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാൻഡിഡ് 9ലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, പാസ്വേഡ് കോപ്പി ചെയ്തു. ഇനി 10ലേക്ക് എത്തി. അപ്പൊ 10ലേക്ക് എത്തുന്ന പറയുമ്പോൾ നമ്മൾ 10ലായി. ഇനി 10ൽ നിന്ന് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? നമുക്ക് 11ലേക്ക് പോകണം. സോറി, നമുക്കിപ്പോൾ എവിടെയാണ്? ബാൻഡിഡ് 9ലാണ്. സോ നമുക്ക് 9ൽ നിന്ന് 10ലേക്ക് പോകണം. അപ്പൊ നമ്മൾ 9ൽ നിന്ന് 10ലേക്ക് പോകണം. ഓക്കെ, അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ദ പാസ്വേഡ് ഫോർ ദ നെക്സ്റ്റ് ലെവൽ സ്റ്റോർഡ് ഇൻ data.txt ഇൻ വൺ ഓഫ് ദ ഫ്യൂ ഹ്യൂമൻ റീഡബിൾ സ്ട്രിങ്സ്. ഇതിനകത്ത് സ്ട്രിങ്സ് ആണ്, ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. ദെൻ പ്രൊസീഡഡ് ബൈ സെവറൽ ഈക്വൽ ക്യാരക്ടർ. ഈക്വൽ എന്ന് പറയുന്ന നമ്മളുടെ ഈക്വൽ സിമ്പിൾ ഉണ്ടല്ലോ, ഈ സിമ്പിൾ യൂസ് ചെയ്തിട്ട് തുടങ്ങുന്ന ഒരു വേർഡാണ് പാസ്വേഡ്. അതിനുശേഷമാണ് നമ്മളുടെ പാസ്വേഡ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ ഫയലിനകത്തുള്ളതൊക്കെ നമുക്ക് എന്താണ്, ഹ്യൂമൻ റീഡബിൾ അല്ലാത്തൊരു ഡാറ്റയാണ് ഇതിനകത്തുള്ളത്. അതിൽ നിന്ന് നമുക്ക് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഡാറ്റകൾ മാത്രം എടുക്കണം. ആ ഡാറ്റകളിൽ ഈക്വൽ ടു വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ പാസ്വേഡ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു ഫയലിനകത്ത്. ഈ ഫയലിനകത്ത് ഇപ്പം മനസ്സിലാവാത്ത കണ്ടന്റ് ആണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഞാനത് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലെസ് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ലെസ് അടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവർ പറയുന്നുണ്ട് ഇതൊരു ബൈനറി ഫയലാണ്. സോ ബൈനറി ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് നമുക്ക് മനസ്സിലാവുന്ന ഡാറ്റകളില്ല. ഓക്കെ, ബൈനറി ഫയലിനകത്ത് നമ്മൾ മനസ്സിലാവുന്ന ഡാറ്റയില്ല. ഞാനത് വേണമെന്നുണ്ടെങ്കിൽ കാണിക്കാം. നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണ്ടോ, നമുക്കിത് മനസ്സിലാവുന്ന ഡാറ്റയല്ല. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള വേർഡുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്ട്രിങ്സ്. ഓക്കെ, സ്ട്രിങ്സ് എന്ന് പറയുന്ന ടൂൾ എന്ത് ചെയ്യും, ഒരു ഫയലിലെ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഡാറ്റനെ മാത്രം എടുത്ത് കാണിച്ചു തരും. ഓക്കെ, സ്ട്രിങ്സ് data.txt. ദെൻ നമ്മൾ എന്തുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈക്വൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഗ്രപ്പ് നമ്മൾ എന്ത് കൊടുക്കുന്നു, നമ്മൾ കൊടുക്കുന്നു ഈക്വൽ സെവറൽ ഈക്വൽസ് എന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാനൊരു 2 കൊടുത്തു. ഓക്കെ, ദെൻ ഇവിടെ നോക്കേ, ഈക്വൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ഉണ്ട് നോക്കേ. ഈക്വൽ ടു വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ദ ഉണ്ട്, പാസ്വേഡ് ഉണ്ട്, ഈസ്, ദ പാസ്വേഡ് ഈസ്, യെസ്. ഇതൊക്കെ എവിടെ ഉള്ളതാണ്? നേരത്തെ നമ്മൾ കണ്ടല്ലോ. അവര് ശരിക്കും ഈ ഫയൽ ഒരു ബൈനറി ഫയലാണ്. അതിനുള്ളിലുള്ള ഡാറ്റ നമുക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലും ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള കുറച്ച് വേർഡുകൾ ഉണ്ട്. ആ വേർഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു, സ്ട്രിങ്സ് data.txt. സ്ട്രിങ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഫയലിനകത്ത് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള വാക്കുകൾ, ഇതൊക്കെ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള വാക്കുകളല്ലേ, അതിന് മാത്രം പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രിങ്സ് കൊടുക്കുന്നത്. ദെൻ അതിൽ നിന്ന് നമുക്ക് എന്ത് വേണം, സ്ട്രിങ്സ് എന്ന് കൊടുത്താൽ തന്നെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സ്ട്രിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാണും. അതിൽ നിന്ന് നമുക്ക് എന്താണ്, ഇപ്പൊ നോക്കി ഞാൻ സ്ട്രിങ്സ് എന്ന് കൊടുത്തു, കണ്ടോ, ഇതിനുള്ളിൽ ഒരുപാടുണ്ട്. അതിൽ നമുക്ക് ഈ കാണുന്ന എല്ലാം വേണം? വേണ്ട. നമുക്ക് എന്ത് മതി, മൈനസ് അല്ല ഈക്വൽ ടു വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മതി. അതിനാണ് നമ്മൾ എന്ത് ചെയ്തത്, ഗ്രപ്പ് വെച്ചിട്ട് ആ ഈക്വൽ ടു കൂടി ഒപ്പം ഇട്ട് കൊടുത്തത്. ഓക്കെ, ഒരു ഈക്വൽ ടു ഇട്ട് കൊടുത്താലും നമുക്കത് കിട്ടുമായിരുന്നു. ഓക്കെ, ഒരു ഈക്വൽ ടു ഇട്ട് കൊടുത്താലും ഈക്വൽ ടു ഉള്ള എല്ലാം കാണിക്കും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സെവറൽ ഈക്വൽ ടു എന്ന് അവരിട്ടത്. ഓക്കെ, ഒന്നിൽ കൂടുതലുണ്ട് എന്നുള്ളൊരു അർത്ഥമല്ലേ. അപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ 2 ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് ഏതാന്നുള്ളത് കിട്ടി. ഇനി നമ്മളിത് ഇങ്ങനെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കണമായിരുന്നു. ഓക്കെ, കണ്ടോ, ഒരു ഈക്വൽ ടു എടുത്തപ്പോഴും അധികം തപ്പിപ്പിടിക്കാനൊന്നുമില്ല. ഇതാ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് ഒരു ഈക്വൽ ടു കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട്. അപ്പോൾ അതിലെന്താണ്, ദ പാസ്വേഡ് ഈസ് ഇത് ഇവിടെയുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ലെവലിൻ്റെ പാസ്വേഡ് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തോ, അത് സേവ് ചെയ്ത് വെച്ചു. ലെവൽ 10. ഓക്കെ, നമുക്ക് ലെവൽ 10ന്റെ പാസ്വേഡ് കിട്ടി. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ആ ലെവലിലും ഇതേപോലെ ലോഗിൻ ചെയ്യാം. യെസ്, നമുക്ക് ലെവൽ 10 വരെയുള്ള ഇവിടെയുള്ള ലെവൽ 10ൽ നമുക്ക് ലോഗിൻ ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിറ്റ് എന്ന് കൊടുക്കുന്നു. ദെൻ ബാൻഡിഡ് 9 എന്ന് മാറ്റിയിട്ട് നമ്മൾ 10 ആക്കി കൊടുക്കുന്നു. പാസ്വേഡ് കൊടുക്കുന്നു. സോ നമുക്ക് എന്തായി,
10ലേക്ക് എത്തി. ദെൻ നമ്മൾ 10ൽ നിന്ന് നമുക്ക് അങ്ങോട്ട് എത്തണം, 11ലേക്ക് എത്തണം. ഓക്കെ, ദെൻ 11ലേക്ക് എത്തുമ്പോൾ 10ൽ നിന്ന് 11ലേക്ക് എത്തണം. ദ പാസ്വേഡ് ഫോർ ദ നെക്സ്റ്റ് ലെവൽ സ്റ്റോർഡ് ഇൻ ഫയൽ data.txt വിച്ച് കണ്ടെയ്ൻ ബേസ് 64 എൻകോഡഡ് ഡാറ്റ എന്ന് പറഞ്ഞു കാണിക്കുന്നുണ്ട്. നമുക്ക് അതിലെന്താണ് നെക്സ്റ്റ് ലെവലിന്റെ പാസ്വേഡ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അതെന്ത് ചെയ്യണം, ബേസ് 64 എൻകോഡർ ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഡീകോഡ് ചെയ്യണം. ഓക്കെ, അതാണ് നെക്സ്റ്റ് ലെവലിൽ പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ആ ഫയലിനെ ഒന്ന് റീഡ് ചെയ്യുന്നു. കാറ്റ് വെച്ചിട്ട് നമ്മൾ അതിനെ റീഡ് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പണി ls അടിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഫയലുണ്ട്, cat data.txt. ഓക്കെ, ഇതെന്താണ്, ഒരു ബേസ് 64 ആണ്. ഇതിനെ ഡീകോഡ് ചെയ്യണം. അപ്പോൾ ഈ ഫയലിനെ ഡീകോഡ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ, ബേസ് 64 - d. ദെൻ നമ്മൾ ആ ഫയലിന്റെ പേര് data.txt. ഓക്കെ, അപ്പോൾ നമുക്കത് ഡീകോഡ് ചെയ്ത് കിട്ടി. ദ പാസ്വേഡ് ഈസ്, ഇതാണ് ബേസ് 64 എൻക്രിപ്ഷന് നമ്മൾ എന്ത് ചെയ്തു, ഡീകോഡ് ചെയ്തതാണത്. ഓക്കെ, അത് എൻകോഡർ ആയിരുന്നു, അതിനെ നമ്മൾ ഡീകോഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 11ന്റെ പാസ്വേഡ് കിട്ടി. ഇതേ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നെക്സ്റ്റ് ലെവൽ ഇങ്ങനെ ചെയ്തു പോകേണ്ടത്. ഓക്കെ, ലെവൽ 11 നമ്മൾ എന്ത് കിട്ടി, നെക്സ്റ്റ് ലെവലിന്റെ പാസ്വേഡ് കിട്ടി. ഓക്കെ, ദെൻ ഇത് പാസ്വേഡുകൾ സൂക്ഷിച്ചു വെക്കണം. നമ്മൾ ഇതിന്റെ ബാക്കി ചെയ്യുന്ന സമയത്ത് നമുക്കിത് ആവശ്യം വരും. കാരണം നമുക്ക് ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ ഇനി വരാൻ സാധിക്കില്ല. ഓക്കെ ആണല്ലോ.